പ്രൈസ് ദ ലോർഡ്. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായത്തിന്റെ 22 മുതലുള്ള വാക്യങ്ങളിൽ യാക്കോബ് തനിക്കുള്ളതൊക്കെയും അക്കരെ കടത്തിയ ശേഷം തനിയെ ശേഷിച്ച് യാബോക്ക് എന്ന കടവിൽ ഇതാ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുമ്പോൾ തന്റെ അടുക്കിലേക്ക് സർവശക്തനായ ദൈവം ഇറങ്ങി വന്ന് തന്നെ അനുഗ്രഹിക്കുകയും തന്റെ പേര് ഇസ്രായേൽ എന്ന പേരോടുകൂടെ അതേ പുറത്തു കൊണ്ടുവരികയും ചെയ്യുന്നു. അതേ പ്രിയരെ, ഈ വചനത്തിലൂടെ കർത്താവ് നമ്മോട് സംസാരിക്കുകയാണ്. പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുന്നവന് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രാർത്ഥനയാൽ മാറാത്ത യാതൊരു മലയുമില്ല. അതിന്റെ അർത്ഥം എന്നത് പറഞ്ഞാൽ വിഷയങ്ങളുമായി ദൈവസന്നിധിയിൽ ഇരിക്കുന്നവന് വേണ്ടി ആ വിഷയങ്ങൾക്ക് പരിഹാരം തരുവാൻ സർവശക്തനായ ദൈവം അടുക്കിലേക്ക് ഇറങ്ങി വരും. മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലത് യഹോവയിൽ ആശ്രയിക്കുന്നതെന്നും പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലതെന്നും കർത്താവിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ വിഷയങ്ങളുള്ളവൻ പ്രശ്നങ്ങൾ മുൻപിൽ കടന്നു വരുമ്പോൾ ആ പ്രശ്നങ്ങളെ ഭയപ്പെട്ട് മാറി നിൽക്കുകയല്ല, കർത്താവിന്റെ സന്നിധിയിൽ മുട്ടുമടക്കുന്നവന് വേണ്ടി ആ പ്രശ്നങ്ങളെ മാറ്റിത്തരുവാൻ സർവശക്തനായ ദൈവം കൂടെ വരും. ഇതാ 400 ആളുകളുമായി തനിക്ക് മുൻപാകെ കടന്നു വരുന്ന ഏശാവ്, എന്നാൽ പ്രാർത്ഥനയോടുകൂടി ആയിരുന്നവന് വേണ്ടി ഏശാവിനെ കർത്താവ് അനുകൂലമാക്കി കൊടുത്തുവെങ്കിൽ പ്രാർത്ഥനയ്ക്ക് മുൻപാകെ മാറാത്ത യാതൊരു പ്രശ്നങ്ങളുമില്ല. പ്രാർത്ഥനയോടെ ദിവസങ്ങളിൽ മുൻപോട്ട് പോകാം. ഞാൻ കാലത്തും ഉച്ചയ്ക്കും വൈകുന്നേരത്തും എന്റെ സങ്കടങ്ങളെ ബോധിപ്പിച്ച് കരയുമെന്ന് ദാവീദ് ദൈവസന്നിധിയിൽ തീരുമാനമെടുത്ത് പ്രാർത്ഥനയോടുകൂടി ആയിരുന്നത് പോലെ എത്രയെത്ര വിടുതലുകളും അനുഗ്രഹങ്ങളും അതേ ദൈവിക വിടുതലുകളും ഉദ്ധാരണങ്ങളും യുദ്ധവേളകളിൽ യുദ്ധ സമയങ്ങളിലൊക്കെ ദാവീദിന്റെ ജീവിതത്തിൽ ദൈവം നൽകിക്കൊടുത്തുവെങ്കിൽ പ്രിയരെ, ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയ്ക്കായി സമയങ്ങളെ ദൈവസന്നിധിയിൽ ചെലവഴിക്കുക. പ്രാർത്ഥനയോടെ കർത്താവിന്റെ സന്നിധിയിൽ മുട്ടുമടക്കുക. ദിവസങ്ങൾ, മണിക്കൂറുകൾ, സമയങ്ങൾ, മിനിറ്റുകൾ ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുമ്പോൾ ഇതാ നിങ്ങൾക്ക് മുൻപിൽ അഭിമുഖീകരിക്കുന്ന സകല പ്രശ്നങ്ങൾക്കും അനുകൂലമാക്കിക്കൊണ്ട് കർത്താവ് ദിവസങ്ങളിൽ പ്രവർത്തിക്കും. നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി, നിങ്ങളുടെ ശുശ്രൂഷകൾക്ക് വേണ്ടി, ആത്മീക ഭൗതികമായിട്ടുള്ള വിഷയങ്ങളായിക്കൊള്ളട്ടെ, ഏത് വിഷയങ്ങൾക്ക് വേണ്ടി സർവശക്തനായ ദൈവം പ്രവർത്തിപ്പാനിടയായി തീരും. സകല വിഷയത്തെയും സകലരെയും നിങ്ങൾക്ക് മുൻപാകെ അനുകൂലമാക്കി കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യും. ആകയാൽ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുക. കർത്താവ് ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ.